ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നല്ലൊരു ഈസ്റ്റർ ആയിട്ട് എണീറ്റ് വന്നപ്പോൾ ഉച്ചയായെങ്കിലും പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ എനിക്കൊരു ഇച്ചിരി ചായ കിട്ടി. ഉച്ചയ്ക്ക് ചായയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയൊന്നുമില്ല, അല്ലാണ്ട് അമ്മ വഴക്കുറയായിട്ടൊന്നുമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇതാ വരണു അമ്മേൻ്റെ ചേച്ചിയുടെ മോൻ. അങ്ങനെ അണ്ണായി വന്നപ്പോഴത്തേക്കാണ് കുറച്ച് പന്നിയിറച്ചിയൊക്കെ കൊണ്ടുവന്ന്. അല്ലേ തന്നെ അടുക്കളയിലത്തെ രാവിലത്തെ ബഹളം കേട്ടാൽ തന്നെ അറിയാം ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്. എന്താ അല്ലേ അമ്മമാർ ആരെങ്കിലും വരണുള്ളത് പ്രത്യേകിച്ചറിയാൻ പറ്റും. അങ്ങനെ രാവിലെ കഴിക്കാൻ കപ്പയായിരുന്നു. കപ്പ മാത്രമല്ല, ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും വരെ അമ്മ സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോയി. ഈ വേലീൻ്റെ ഇളക്കൂടെ ഉള്ള നുഴഞ്ഞു പോകുന്ന കാണുമ്പോഴേ തന്നെ അറിയാം ഞങ്ങളുടെ പറമ്പിലെ മാങ്ങയല്ല, വെല്ലോൻ്റെ പറമ്പിലെ മാങ്ങ പറിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നട്ടുച്ചപ്രാന്ത വെയിലത്ത് ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോയി. പറമ്പിൽ ഒട്ടും പുല്ലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ തന്നെ എത്തി. ചെന്ന പാടെ തന്നെ കുറച്ച് മാങ്ങ താഴെ ഉണ്ടായിരുന്നതൊക്കെ ആദ്യം തന്നെ പറിച്ചു. പിന്നെ ഒരു തോട്ടിയൊക്കെ ആയിട്ട് പോയിട്ട് എൻ്റെ ഡാഡി കൂടിന് പൊക്ക കൂടുതലായതുകൊണ്ട് പിന്നെ അണ്ണായി മേടിച്ച് അണ്ണായി തന്നെ പറിച്ച് മാങ്ങയൊക്കെ. അങ്ങനെ അവരവിടെ മാങ്ങ പറിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു നീറും കൂട്, നിസറിൻ്റെ കൂടില്ലേ, അത് തലയിൽ വീഴുമോ ഇല്ലയോ എന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു കൂട് മാങ്ങ കിട്ടി ആദ്യമേ തന്നെ. മാങ്ങയ്ക്കൊക്കെ എന്താ ഇപ്പോൾ വില. അങ്ങനെ ഒരു കൂട് മാങ്ങ കിട്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മാങ്ങ പറിച്ചപ്പോൾ 2 തേങ്ങയും വീണു. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ നേരത്തെ വീണ കരിക്കില്ലേ, അത് ഞങ്ങൾ വെട്ടി പൊളന്ന് കുടിച്ച്. അങ്ങനെ കരിക്കൊക്കെ വെട്ടിപ്പൊളന്ന് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോറൊക്കെ എടുത്ത് വെച്ച്. അങ്ങനെ അതും മുണുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന കരിക്കില്ലേ, അതിൻ്റെ ബാക്കി തിന്നാൻ വേണ്ടിയിട്ടിരുന്നു. അതിങ്ങനെ അതും ബാക്കിയും വെട്ടിപ്പൊളന്ന് നിന്ന്. എന്നിട്ട് ഇനി ഏത് തെങ്ങിൽ പോയി തേങ്ങ ഇടാന്നുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ എൻ്റെ അമ്മ ചിറ്റയുടെ സ്നേഹം മുഴുവൻ മാങ്ങയിലാക്കി കവറിനകത്താക്കി ഇതാ കൊടുക്കണു. പിന്നെ ഞങ്ങളാണെങ്കിൽ സ്കൂട്ടറിൻ്റെ ഡിക്കി കാറിൻ്റെ ഡിക്കിയുടെ അത്രയും വിജനമ്പിച്ചതാക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.